എളുപ്പത്തിലൊരു ലെമൺ റൈസ് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ചൂടായ കടായിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ വീതം കടുകും ഉഴുന്നുപരിപ്പും ഇടാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും. ഇഞ്ചി ചെറുതായി അരിയണം കേട്ടോ. ഇനി അതിട്ടൊന്ന് വഴറ്റാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി ആ ഇഞ്ചിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് നന്നായി ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു ചെറിയ കപ്പിന് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു നാരങ്ങേൻ്റെ നീര് പിഴിഞ്ഞിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ഒഴിക്കാം. ഇനി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കുക. ഇനി നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച ചോറില്ലേ, ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ, അത് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ആൾക്കുള്ളതാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അതിലിട്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു അളവ് മനസ്സിലാവുമല്ലോ. ഇനി ചോറ് ജസ്റ്റ് അതിലിട്ടൊന്ന് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഡെലീഷ്യസ് ആണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ താളിക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇടാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും കൂടെ ചേർത്ത് വെക്കും. അപ്പോൾ നല്ല അടിപൊളി ലെമൺ റൈസ് ഇവിടെ റെഡിയായി. ഇതിൽ വേറെ കറിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.